ഒരു കുപ്പി പൊട്ടിക്കാൻ, ഒരു പൈൻ്റ് അടിക്കാൻ, അല്പസമയത്തെ ആനന്ദത്തിന് വേണ്ടി, ആഘോഷത്തിന് വേണ്ടി, ലഹരിക്ക് വേണ്ടി ആളുകൾ എല്ലാം മറന്ന് സമ്മേളിക്കുക. പകലന്തിയോളം പണിയെടുക്കുന്ന മനുഷ്യൻ തൻ്റെ രക്തം മുഴുവൻ ആവിയായി വിയർപ്പായി പോയി അധ്വാനിച്ച് ലഭിച്ച വൈകിട്ട് ലഭിക്കുന്ന ആ പണം കൊണ്ട് ബിവറേജിൽ പോയി ക്യൂ നിൽക്കുക. അങ്ങനെ ലഭ്യമാകുന്ന പണമെല്ലാം മദ്യത്തിന് വേണ്ടിയും മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. എന്നാൽ ക്രിസ്തുമസിനെ ആഘോഷിക്കുന്ന ആളുകൾ പലതരത്തിൽ പല വീക്ഷണങ്ങളിലൂടെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും ആഘോഷിച്ചുണ്ടാകുന്ന ആ ആഘോഷങ്ങളുടെ വിപത്തുകളും പത്രദ്വാര അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. അപകടങ്ങൾ പെരുകി വരിക, അശ്രദ്ധമായ ഡ്രൈവിംഗ് ഉണ്ട്, അതിനകത്തുണ്ടെന്നുള്ളത് പരമാർത്ഥം. അപ്പോൾ തന്നെ ലഹരിയുടെ ഉപയോഗം നിമിത്തം വാഹനം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്തിനെ? തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. നേരെ നിൽക്കാൻ കേൾപ്പില്ല. ചില ആളുകൾ ഓടയിലാണ് കിടക്കുന്നത്. അങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ദേഷ്യം, കോപം, തനിക്കുണ്ടാകുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. മദ്യം, ലഹരി ഉപയോഗിച്ചിട്ട് തൊട്ടു മുന്നിൽ കാണുന്ന 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അതൊരു കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ തൻ്റെ കാമാസക്തി മുഴുവൻ ആ കുഞ്ഞിൻ്റെ മേൽ ചെലുത്തുന്ന കിരാതവും പൈശാചികവുമായ ക്രിയകളിലേക്ക് ആളുകളെ നയിക്കുന്നത് ഈ ലഹരിയല്ലേ? അമ്മയുടെ മുത്തച്ഛിയുടെ പ്രായമുള്ള 70-80 വയസ്സ് പ്രായമുള്ള സ്ത്രീകളോട് കാണിക്കുന്ന അതിക്രമങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ളതായ കിരാത പ്രവർത്തികൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയത്തില്ല. കാരണം അവരെ കുറച്ച് നേരം നിയന്ത്രിക്കുന്നത് ഈ മദ്യമാണ്, ഈ മദ്യത്തിൻ്റെ ആസക്തിയാണ്. രാവിലെ എഴുന്നേറ്റാൽ ചില ആളുകൾക്ക് കട്ടൻ ചായക്ക് പകരം വെള്ളം കുടിക്കണം. വെറും വെള്ളമല്ല, കരിങ്ങാലി വെള്ളമല്ല, പച്ചവെള്ളമല്ല, പകരം ബിവറേജിൽ നിന്ന് കിട്ടുന്ന വെള്ളം. അത് കുടിച്ചാലേ കാല് നിവർത്ത് ഉറയ്ക്കത്തുള്ളൂ. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പോലും നടക്കണമെങ്കിൽ മദ്യം ആവശ്യമാണ്. ചിലയിടത്ത് പണം കൊണ്ട് സാധിക്കാത്തത് മദ്യം കൊണ്ട് സാധിക്കുന്നു ആളുകൾ. അങ്ങനെ മദ്യം, ലഹരി ഇത്യാദിയുടെ ഉപയോഗം കേരള സമൂഹത്തെ ആകമാനം പിടിച്ചുലയ്ക്കുന്നൊരു വല്ലാത്ത കാലത്തിൽ നാം ജീവിക്കും. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു സുവിശേഷകനാണ്, പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ ഒരു വാർത്ത ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് അപ്പനോട് പറഞ്ഞു, പപ്പ എന്നെ സ്കൂൾ മാറ്റണം. 1 ദിവസം 2 ദിവസം 3 ദിവസം പല ആവർത്തി ഈ കുഞ്ഞിങ്ങനെ ആവർത്തിച്ചു പറയുന്നത് കേട്ടപ്പോൾ അപ്പൻ പറഞ്ഞുടാ, നല്ല സ്കൂളല്ലേ, നല്ല സ്കൂളാണെന്ന് കരുതിയാണല്ലോ നിന്നെ അവിടെ ചേർത്തത്, പിന്നെന്താ കുഴപ്പം? മറുപടി ആ കൊച്ചിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? നാളെ അപ്പൻ എന്നെ ഒരു മദ്യപാനിയായി കാണാതിരിക്കാനാണ് എന്നെ സ്കൂൾ മാറ്റണമെന്ന് പറഞ്ഞത്. എന്താടാ കാര്യം? അപ്പൻ ചോദിച്ച ചോദ്യത്തിന് മകൻ പറഞ്ഞ വാക്ക് കേട്ട് അപ്പൻ ഞെട്ടിപ്പോയി. തൻ്റെ സഹപാഠികൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മദ്യം കഴിക്കുക മാത്രമല്ല, തൻ്റെ സഹപാഠിയായ എൻ്റെ സ്നേഹിതൻ്റെ മകനെ കൂടെ മദ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. കടമാണേലും കുഴപ്പമില്ല, കൂട്ടുകൂടാൻ മദ്യത്തിന് പ്രത്യേകിച്ച് യാതൊരു കാരണവും വേണ്ട. അങ്ങനെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ കൗമാരമോ ബാല്യമോ യൗവനമോ വാർദ്ധക്യമെന്നോ വ്യത്യാസമില്ലാതെ ഏത് ദശകളിൽ ജീവിക്കുന്ന, ഏത് തുറകളിൽ ജീവിക്കുന്ന, ഏത് വിദ്യാഭ്യാസ ഉച്ചനീചത്വങ്ങളുള്ള ആളുകളുടെ, സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുള്ള ആളുകളുടെ വീട്ടിലും ഈ മദ്യം ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമായി മാറുന്നു. എന്താണ് ഈ മദ്യം ഉപയോഗിക്കുന്നതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം? എൻ്റെ പിറകിൽ നിൽക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. ഞങ്ങളിൽ പല ആളുകളും പല വർഷങ്ങൾ മദ്യം ഉപയോഗിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളായിരുന്നു. ലഹരിയുടെ ഉന്മാദത്തിൽ വിരാജിച്ചു കഴിഞ്ഞ ആളുകൾ. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എന്നേക്കുമായി ലഹരിയുടെ ഉപയോഗത്തെ ഞങ്ങൾ വിട്ടു. മദ്യത്തിൻ്റെ ആസക്തിയും മദ്യത്തിൻ്റെ ഉപയോഗവും, ലഹരി പദാർത്ഥങ്ങൾ, പൊയില, അതുപോലെ പുകവലിക്കുന്ന സ്വഭാവം, ആ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക?
എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടോ? പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടു പോവുക. അതിന് കാരണം മദ്യമാണ്, മയക്കുമരുന്നാണ്, ലഹരി ഉപയോഗമാണ്. നമ്മുടെ നാട്ടിൽ ഗുണ്ടാപ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരിക, ഗുണ്ടകളുടെ എണ്ണം കൂടുക. കൊച്ചു പിള്ളേർ 10, 20, 21 വയസ്സ് പ്രായമുള്ള നല്ല ചെറുപ്പമുള്ള തിളയ്ക്കുന്ന രക്തത്തിൽ പ്രായത്തിലുള്ള ആ കുഞ്ഞുങ്ങൾ എന്തിനാണ് വാളും വടിവാളും അവരുടെ കയ്യിൽ ആയുധങ്ങളും എടുത്ത് പോരടിക്കുന്നത്? ഒരു നേരത്തെ ലഹരിക്ക് പണം കണ്ടെത്താനുള്ള മാർഗമായിട്ട് അവര് ഈ ഗുണ്ടായുസത്തെ കാണുന്നു. വാഹനത്തിന് സൈഡ് കൊണ്ട് വീട്ടിൽ കയറി വെട്ടുന്ന കാലം വിശ്വസിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദിവസമെങ്കിലും ഇല്ലാത്ത, ഗുണ്ടായുസമില്ലാത്ത ഒരു വാർത്ത പോലും മലയാള മനോരമയിലോ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ നമ്മൾ വായിക്കുന്നില്ല. എല്ലാ ദിവസവും ഇതുണ്ട്. പ്രിയരെ, ഈ അനീതിയും അക്രമങ്ങളും സമൂഹത്തിൽ പെരുകുമ്പോൾ ഇതിനൊരു കാരണമുണ്ടെന്ന് നാം അറിയണം. മനുഷ്യനെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്, മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആ ഘടകത്തിന് പറയുന്ന പേരാണ് പാപം. പാപം മനുഷ്യനിൽ വസിക്കുന്നത് ചെയ്യുന്നതുകൊണ്ട് തിന്മയിലേക്ക്, ദുഷ്ടതയിലേക്ക്, അനീതിയിലേക്ക്, അധാർമികതയിലേക്ക്, മ്ലേച്ഛകരമായ ജീവിതത്തിലേക്ക്, മറ്റുള്ളവർക്ക് അസമാധാനമുണ്ടാക്കുന്ന ജീവിത ശൈലിയിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന പ്രേരക ഘടകമായി ഈ പാപം മാറുന്നു. പാപം മനുഷ്യന് രൂഢമൂലമായി. അതുകൊണ്ട് തന്നെ പാപത്തിന് മോചനം ആവശ്യമല്ലേ? എല്ലാ മതങ്ങളും മനുഷ്യൻ പാപിയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ പാപിയാണെന്ന് മനുഷ്യന് തന്നെ ബോധ്യമുണ്ട്. മനുഷ്യന്റെ ചിന്തയിലും വിചാരങ്ങളിലും ഒക്കെ പാപം വരാം. പാപത്തിനൊരു പരിഹാരം ആവശ്യമാണ്. പാപത്തിനൊരു പരിഹാരത്തിനായി ദൈവം ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രന്റെ പേരാണ് പാപത്തിന്റെ പരിഹാരത്തിനായി, ലോകത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം അയച്ച ദൈവത്തിൻ്റെ അവതാരമാണ് യേശുക്രിസ്തു. ആ യേശുവിൻ്റെ ജനനത്തെയാണ് ക്രിസ്തുമസ് എന്ന പേര് കൊണ്ട് നാം വിളിക്കുന്നത്. എന്താണ് ക്രിസ്തുമസ്? ക്രിസ്തുമസ് വീണ്ടും ഞാൻ പറയട്ടെ, അത് നക്ഷത്രങ്ങൾ ആളുകൾ തൂക്കാറുണ്ട്. എന്താ ഈ നക്ഷത്രം തൂക്കുന്നതിൻ്റെ പ്രത്യേകത? അന്ന് യേശു ജനിക്കുന്ന സമയത്ത് അന്നിതുവരെയും കാണാത്ത പ്രത്യേകതരം നക്ഷത്രം ആകാശത്തിൽ ഉദിച്ചുയർന്നു. അത് മനുഷ്യർക്ക് കാണായി വന്നു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് വീടുകളിൽ നക്ഷത്രം തൂക്കുന്നത്. പ്രിയരെ, അതിൻ്റെ പിന്നിലൊരു മർമ്മമുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? മനുഷ്യൻ പാപഹേതുവായി പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പാപം നിമിത്തം ശാപഗ്രസ്തമായ ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഭൂമിയും ഭൂമണ്ഡലങ്ങളുമെല്ലാം ആ ശാപത്തിൻ്റെ കീഴിലായപ്പോൾ ആ പാപത്തിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പുകാരൻ ജനിച്ചു എന്ന വിവരം പ്രകൃതി ആഘോഷിച്ചതാണ് ആ നക്ഷത്രം ആകാശത്തിൽ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ ലോകത്തിനൊരു വീണ്ടെടുപ്പ്, മാനവജാതിക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. അന്ന് ആട്ടിടയന്മാർ വെളും പ്രദേശത്ത് ആടുകളെ കാവൽ ചെയ്തുകൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. ആ മാലാഖ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിനുമുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താ മഹാസന്തോഷം? ആ സന്തോഷം അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, യേശു ഭൂമിയിൽ പിറന്നു. യേശുവിൻ്റെ ജനനം അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്താ? ഞാൻ ആദ്യം പറഞ്ഞ പദം ആവർത്തിക്കുന്നു, ഭൂമിയുടെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ സന്തോഷം. 3, അടുത്ത പദം എഴുതിയിരിക്കുന്നു, അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹിത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ യേശു ഭൂമിയിൽ ജനിച്ചത് എന്തിനു വേണ്ടിയാ? യേശു ഭൂമിയിൽ ജനിച്ചത് പാപങ്ങളുടെ പരിഹാരമായിട്ടാണ്. യേശു പാപമില്ലാത്തവനായി പിറന്നു. ഒരു പുരുഷന്റെയോ സ്ത്രീയുടെ ഇച്ഛപ്രകാരമല്ല യേശു ജനിച്ചത്. യേശു ഭൂമിയിൽ പിറന്നതിൻ്റെ ഉദ്ദേശം യേശു മരിക്കാനായി ജനിച്ചവനാണ്. മരിക്കാൻ വേണ്ടി ജനിച്ചവരാരാ ഉള്ളത് ഈ ഭൂമിയിൽ? അതെ, നമ്മളെല്ലാം ഒരു ദിവസം മരിക്കുമല്ലോ. അങ്ങനെയല്ല, മരണത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞ്
മരണമെന്ന മനുഷ്യന്റെ മഹാശത്രു മഹാമേരുവിനെ മരണമെന്ന 3 അക്ഷരം കൊണ്ട് തോൽപ്പിച്ച് ഉയർപ്പിനാൽ അതിന് മേൽ ജയോത്സവം കൊണ്ടാടി. മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും മീതെ ജയഘോഷം കൊള്ളാൻ ഭൂമിയിൽ വന്നു പിറന്നവനാണ് ഞാൻ ഉയർത്തുന്ന യേശു ക്രിസ്തു. നിന്നെ ഭയപ്പെടുത്തുന്നത് മരണഭീതിയാണോ? ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, മനസ്സിൽ സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണോ? ശ്രദ്ധിക്കണേ പ്രിയരെ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം നിമിത്തം വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവർ എണ്ണം കൂടി വരിക. 2021 കണക്കനുസരിച്ച് 9500 സംതിങ് ആളുകളാണ് ഈ ലോകത്ത്, കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. എന്നാൽ തൊട്ടടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 1000-ഓളം ആളുകളുടെ എണ്ണം കൂടി. അതിൻ്റെ അർത്ഥം ആത്മഹത്യയുടെ തോത് നമ്മുടെ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചു വരിക. കൊച്ചു പിള്ളേരും ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. 15 വയസ്സ് പ്രായമുള്ളൊരു കൊച്ച് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി അകാരണമായി ഭീതി അകത്തു വന്നു. ഞാൻ തോറ്റുപോകുമോ. ആ കുഞ്ഞു പോയി 1 മുഴം കയറിൽ തൻ്റെ പ്രാണൻ അവസാനിപ്പിച്ചു. അങ്ങനെ വല്ലാത്ത കാലത്തിൽ വന്നിരിക്കുന്നേ. മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ചില ആളുകളെ സംബന്ധിച്ച് പ്രേമനൈരാശ്യമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ചില ആളുകൾ രോഗമായിരിക്കാം, ചില അകാരണമായ ഭീതിയായിരിക്കാം, ചില ഒറ്റപ്പെടുത്തലുകളായിരിക്കാം മരണത്തിലേക്ക് നയിക്കുന്നത്. അതിന് നീ കണ്ടെത്തുന്ന മാർഗം ആത്മഹത്യ. ഈ ആത്മഹത്യയുടെ പിന്നിൽ വ്യാപരിക്കുന്നത് ഈ പാപം, പൈശാചികമായ ശക്തിയാണ്. അതുകൊണ്ട് ആത്മഹത്യ ചിന്തയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്. ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ച് ജീവിതത്തിൽ സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നൽകാനാണ് സമാധാനത്തിന്റെ പ്രഭുവായ യേശു ഭൂമിയിൽ ജനിച്ചത്. ആ യേശു ഇന്ന് പകലിൽ നിങ്ങളെ മാടി വിളിക്കുക. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകരോട്, ശ്രോതാക്കളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയട്ടെ, സ്നേഹിത, നിന്നെ യേശു സ്നേഹിക്കുന്നു. നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിവുള്ള ഒരു യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് നിന്റെ പാപത്തിന് മോചനമുണ്ട്. യേശു 30 വയസ്സുവരെ തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു. അതിനുശേഷം തിരുവെഴുത്തിന് പ്രകാരം സ്നാനപ്പെട്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിച്ചു. 3.5 സംവത്സരം പരസ്യ ശുശ്രൂഷ ചെയ്തു. തൻ്റെ ശിഷ്യന്മാരെ അവൻ തന്നോട് ചേർത്ത് പാലസ്തീനയുടെ പച്ചമണ്ണിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ആ തെരുവീതിലൂടെ നടന്നു. അനേക രോഗികളെ സൗഖ്യമാക്കി. മരിച്ചവരെ മടക്കി അവരുടെ കുടുംബക്കാർക്ക് മടക്കി കൊടുത്തു. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. മുടന്തരെ നടത്തി. ഊമർ സംസാരിക്കുമാറ് അവരുടെ നാവിനെ തൊട്ടു. അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. ആ യേശു ഇന്നും ജീവിക്കുന്നു. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശു ഇന്നും തയ്യാറാണ്. Praise the Lord. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, നീ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ? നിന്റെ രോഗത്തിന് സൗഖ്യം നൽകാൻ യേശുവിന് കഴിയും. നിന്റെ പാപത്തിന് സൗഖ്യം നൽകാൻ യേശുവിന് കഴിയും. പൈശാചികമായ വെല്ലുവിളിയിലൂടെ നീ ഭാരപ്പെടുന്നെങ്കിൽ ഭൂതഗ്രസ്തനെ, ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. മാനസികമായി തകർന്നിരിക്കുകയാണോ? നിന്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ ഇതാ ഞാൻ ആഹ്വാനം ചെയ്യുക. എന്താണ് ക്രിസ്തുമസിൻ്റെ സന്ദേശമെന്ന് ചില മിനിറ്റുകൾ കൊണ്ട് ചുരുക്കി ഞാൻ പ്രസ്താവിക്കാം. പ്രിയരേ, ക്രിസ്തുമസ് എന്നത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം മനുഷ്യനായി പിറന്നതാണ് അസൽ ക്രിസ്തുമസ്. അന്ന് ഭൂമിയിൽ ബേത്ലഹേമിൽ യേശു പിറന്നു. എന്നാൽ ഇന്നും യേശു പിറക്കും. എവിടെയാ പിറക്കുന്നത്? പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ യേശു പിറക്കും. അതിനെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പ്രസ്താവിക്കുന്നൊരു പദമുണ്ട്: വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം ആർക്കും കാണാൻ കഴിയുകയില്ല. എന്താണ് ഈ വീണ്ടും ജനനം? യേശു ഹൃദയത്തിൽ ജനിക്കുന്നതിന്
വേദപുസ്തകം വിളിക്കുന്ന പേരാണ് വീണ്ടും ജനനം. ഒരിക്കൽ അമ്മയുടെ ഉദരത്തും ജനിച്ച ഞാനും നിങ്ങളുമൊക്കെ വീണ്ടും ജനനം എന്ന മഹാനുഭവത്തിലൂടെ കടന്നുപോയെങ്കിൽ നമുക്ക് മുൻപിൽ ശേഷിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്. ആകയാൽ പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, വീണ്ടും ജനനത്തിലേക്ക് വരണം. അതിനെന്താ മാർഗം? യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. യേശു ഹൃദയത്തിൽ എങ്ങനെയാണ് ജനിക്കുന്നത്? യേശുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ജനനത്തെക്കാളപ്പുറം യേശുവിൻ്റെ മരണമായിരുന്നു. അതൊരു പ്രതിപകര മരണമായിരുന്നു. ഞാനും നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് പാപത്തിൻ്റെ പരിഹാരമായി നമുക്ക് വേണ്ടി യേശു മരിച്ചു. തിരുവെഴുത്തും പ്രകാരം അടക്കപ്പെട്ടു. 3-ാം ദിവസം മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിന്റെ ഹൃദയത്തിൽ യേശു ജനിക്കും. അതാകട്ടെ ഈ ക്രിസ്തുമസിൽ നിനക്കുണ്ടാകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം. അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഒരുപക്ഷെ ഭവനത്തിൻ്റെ നിങ്ങളുടെ റൂമിലായിരിക്കാം, നിങ്ങളുടെ വീടിൻ്റെ തിണ്ണയിലിരിക്കുകയായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടാവാം ഈ ശബ്ദം ശ്രദ്ധിക്കുന്നത്. എവിടെയായിരുന്നാലും ഒരു നിമിഷം യേശുവിനോട് നിങ്ങളുടെ ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങളുണ്ട്, അത് തന്നെ രക്ഷിക്കാൻ പ്രിയ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വാഴ്ത്തപ്പെട്ട നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കും. അതാകട്ടെ അസൽ ക്രിസ്തുമസ്. ജീവിതത്തിൽ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുന്ന നല്ല സുദിനം നിങ്ങൾക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. ഞങ്ങളെ